ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു 4 മാസത്തോളമായിട്ട് നിരന്തരം ഈ ഒരു തട്ടിപ്പിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടവേളകളില്ലാതെ ഒരു മടുപ്പും തോന്നാതെ ഈ ഒരു തട്ടിപ്പാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഇത് തട്ടിപ്പാണ്, മണി ചെയിനാണ്, ഒരു നാൾ ഇത് പിടിക്കപ്പെടുമെന്നുള്ള ഉറപ്പിന്മേൽ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേസ് കൊടുക്കൂ, കേസ് കൊടുക്കൂ, കേസ് കൊടുക്കൂ. അത് തന്നെയാണ് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത്, കേസ് കൊടുക്കൂ എന്നുള്ളത്. എന്നാൽ ഇതുപോലെ തട്ടിപ്പിനിരയായ ഒരാളുടെ ലക്ഷക്കണക്കിന് രൂപ ലീഡർമാർ തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചെറിയ രീതിയിലെങ്കിലും കാരണമാവാൻ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അത് അവർക്ക് ഗുണമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ലീഡർമാരെ അടക്കം പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ പറ്റിച്ചുണ്ടാക്കിയ പൈസ തിരിച്ചു കൊടുത്ത് നിയമ നടപടികളിൽ നിന്നും മറ്റ് മാനഹാനികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് അതൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്ന ഏതൊരു സ്കാമിനെ കുറിച്ചും നമുക്ക് മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകിയാണെങ്കിലും ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ, ചില ആൾക്കാരൊക്കെ 10,000 20,000 രൂപയൊക്കെ പിന്നെ നഷ്ടപ്പെട്ടവർ ഈ ഒരു കമ്പനിയെ അടിയുറച്ച് വിശ്വസിച്ചിട്ട് അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ നീ വാങ്ങിത്താടാ എന്ന്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ലക്ഷക്കണക്കിന് രൂപ. ആ ഒരു ലക്ഷങ്ങളുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ലക്ഷക്കണക്കിന് രൂപ തിരിച്ചു നൽകാം എന്ന് ലീഡർമാർ ഏറ്റിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ രൂപയൊക്കെ തിരിച്ചു കിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവരൊക്കെ അത് തുറന്നു പറയും. അപ്പോൾ ഇപ്പോൾ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർമാർ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സമയത്താണ് ആൾക്കാർ കൂട്ടത്തോടെ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ മുതലേ ലീഡർമാരുടെ വീടുകളിൽ സ്ത്രീകളും ഇതുപോലെ വഞ്ചിക്കപ്പെട്ടവരും ആൾക്കാരും തന്നെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണ വീടുകൾ പോലെയാണ് ഹൈറിച്ചിലെ ലീഡർമാരുടെ, തള്ളിക്കൊണ്ടിരുന്ന ലീഡർമാരുടെ വീടുകൾ എന്ന് പറയുകയാണ്. ഒരാൾ പോകുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, അവരെ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു, അടുത്ത ആൾ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലൊന്നും നിൽക്കാത്തവർ കേസിന് പോകുന്നു. ഒരുപാട് ആൾക്കാർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു. അവരെയൊക്കെ ലീഡർമാരെ വിളിപ്പിക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് ED തന്നെ വിളിക്കുന്നു, ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലും ശ്രീനയെയും മറ്റ് ആൾക്കാരെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശാന്ത് തന്നെ, അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ വക്കീൽ തന്നെ കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്, ഹൈറിച്ച് തട്ടിപ്പിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. ഹൈറിച്ചിൻ്റെ ഭാഗമായി നിന്ന് ഈ കഴിഞ്ഞ മാസം കൂടി ശ്രീനാഥ് പ്രതാപനുമായി ചേർന്ന് ദുബായിൽ ഇതുപോലെയുള്ള ഒരു തട്ടിപ്പ് കമ്പനി തട്ടിക്കൂട്ടാൻ നോക്കിയിരുന്ന ആളാണ് ഈ പ്രശാന്ത് പി നായർ. അപ്പോൾ അതിൽ കഴിഞ്ഞ നവംബറിലായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അത് മുന്നോട്ട് പോയില്ല. ചില കള്ളന്മാർ തമ്മിലുള്ള കശപിശത കാരണം അത് മുന്നോട്ട് പോയില്ല എന്നാണ്. അപ്പോൾ ഈ ഹൈറിച്ച് കമ്പനിയിൽ നിന്ന് 11.91 കോടി രൂപയാണ്, 12 കോടി രൂപയാണ് ഇവൻ തട്ടിയെടുത്തത് എന്നുള്ളതാണ്. ഈ ഒരു പിന്നെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ചെയ്യുന്ന കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തത് അതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇവൻ തന്നെയായിരിക്കണം. അതുപോലെ തന്നെ മൾട്ടി പോയിന്റ് മാർക്കൻറ്റൈൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേമുകളും പിന്നെ ഏജൻസികളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവും ഇവൻ്റേതാണ്. അപ്പോൾ ഇവനെ 12-ാം തീയതി ED ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ മൂന്നാമത്തെ പ്രതി ദിനിരാജോ അല്ലെങ്കിൽ കുരുവിളിയോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇവൻ മൂന്നാമത്തെ പ്രതിയായിട്ട് പ്രശാന്ത് പി നായർ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഹൈറിച്ച് ഒളികളൊക്കെ പാടിക്കൊണ്ട് നടന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് രസിച്ചത്, അർമാദിച്ചത് ഇവൻ്റെ വീഡിയോകളായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത ആൾ തന്നെയാണ് കോടതിയിൽ പോയിട്ട് ഹൈറിച്ച് തട്ടിപ്പിൽ എനിക്ക് ബന്ധമില്ല, ഞാൻ വെറും ഒരു അക്കൗണ്ടൻറ്റ്, ആ കമ്പനിയുടെ കണക്ക് നോക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഹൈറിച്ച് ഒളികൾക്കും ഹൈറിച്ചിൻ്റെ ലീഡർമാർക്കും എന്താണ് പറയാനുള്ളത്? പ്രശാന്ത് പി നായർ തിരുത്തി പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്? നിങ്ങൾ പറ്റിച്ച പാവങ്ങളുടെ പണം തിരികെ കൊടുക്കൂ.
ബൈ.